ആലപ്പുഴയിലെ രത്നമ്മ എന്ന വീട്ടമ്മയ്ക്ക് ഇറാൻ വാർത്തകൾ കേൾക്കുമ്പോൾ ആശങ്കയും ആകുലതയും ഒക്കെ ഉണ്ട്. എന്നാൽ ഹോർമൂസ് കടലെടുക്ക അടച്ചോ തുറന്നോ കപ്പലുകൾ എന്താകും, ഇനി എത്തുമോ, അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. അത് വരുമ്പോൾ വരട്ടെ എന്ന മട്ട്. പ്രകൃതി തന്നെ രത്നമ്മയുടെ അടുക്കളയിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പാചകവാതകം നൽകിയിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? ആലപ്പുഴ നഗരത്തിൽ ആറാട്ട് വഴി സിഖ് ജംഗ്ഷന് സമീപം കാർത്തിക എന്ന വീട്. ഇവിടെ 15 വർഷമായി ഗ്യാസ് സ്റ്റൗ എരിയുന്നുണ്ട്. പക്ഷേ പൈസ ചിലവില്ല. പ്രകൃതി തന്നെ ഇഷ്ടത്തോടെ രത്നമ്മയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്യാസ് സപ്ലൈ ഇതുവരെ തടസ്സപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, യുദ്ധാനന്തര പ്രതിസന്ധിയായിട്ട് പാചകവാതകം കിട്ടാതെ ജനം നെട്ടോട്ടമോടുകയാണ്, ഹോട്ടലുകൾ അടയ്ക്കുകയാണ്, കോളേജുകൾ അടയ്ക്കുകയാണ്. പക്ഷേ രത്നമ്മയുടെ വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് അടുപ്പുകൾ അല്ലലില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. രമേശൻ രത്നമ്മ ദമ്പതികൾ ഇവരുടെ വീട്ടിൽ 2011 മുതൽ സ്വയം പര്യാപ്തമായ പ്രകൃതിവാതക സമൃദ്ധി പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയിരിക്കുകയാണ്. പുതിയ വീട് പണിഞ്ഞ ശേഷം നവംബർ 7-ന് കുഴൽക്കിണർ കുഴിച്ചപ്പോഴാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. വീട്ടിൽ 5 മീറ്റർ ആഴത്തിൽ ഒരു കുഴൽക്കിണർ ഉണ്ടായിരുന്നെങ്കിലും വരുന്നത് കലക്കവെള്ളമാണ്. അതുകൊണ്ട് 20 മീറ്റർ ആഴത്തിൽ പുതിയതൊന്ന് കുഴിക്കാമെന്ന് വിചാരിച്ച് കുഴിച്ചതാണ്. എന്നാൽ കുഴിയിൽ നിന്ന് പ്രകൃതിവാതകമാണ് പുറത്തേക്ക് വന്നത്. പൈപ്പ് ഊരിയെടുത്ത ശേഷം വെൽഡ് ചെയ്യാൻ തീ കത്തിച്ചപ്പോൾ പെട്ടെന്ന് തീ പടർന്നു. ഒരാഴ്ചയോളം ആ തീ അണഞ്ഞില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഇതിപ്പോൾ ഒരു അനുഗ്രഹമായിരിക്കുകയാണ് ഈ കുടുംബത്തിന്. ഭൂജല വകുപ്പിൽ നിന്നും എണ്ണ കമ്പനികളിൽ നിന്നുമൊക്കെ വിദഗ്ധരെത്തി അത് പ്രകൃതിവാതകമാണ് എന്നും പാചകത്തിന് ഉപയോഗിക്കാം എന്നും അറിയിച്ചു. അങ്ങനെ കുഴൽ വഴി വാതകം അടുക്കളയിലേക്ക്. കുഴിക്ക് സമീപം പുതിയൊരു അടുക്കള കെട്ടി കുഴിയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തു. വാതകത്തിൻ്റെ വരവ് നിയന്ത്രിക്കാൻ പൈപ്പിൽ റെഗുലേറ്ററും വെച്ചു. അതിശക്തമായ മഴക്കാലത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് പ്രകൃതിവാതകത്തിൻ്റെ അളവ് നേരിയ തോതിൽ കുറയും. അപ്പോഴേക്കായി ഒരു LPG സിലിണ്ടർ കരുതി വയ്ക്കുമെന്നാണ് രത്നമ്മ പറയുന്നത്. 1 വർഷം മുൻപെടുത്ത സിലിണ്ടർ അങ്ങനെ അനങ്ങാതെ വീട്ടിലിരിക്കുകയാണ്. എന്തായാലും ആറാട്ട് വഴിയിലെ ഷാജിയുടെ വീട്ടിലും ഇതേ രീതിയിൽ പ്രകൃതിവാതകം ലഭിച്ചിരുന്നു. ഇവിടെയൊക്കെ ഇടയ്ക്കിടെ മാത്രമേ വാതകം ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ മാത്രം, രത്നമ്മയുടെ വീട്ടിൽ മാത്രം യാതൊരു തടസ്സവുമില്ല. ആലപ്പുഴ മേഖലയിൽ ഭൂഗർഭത്തിൽ പ്രകൃതിവാതകമുണ്ട് എന്നും കുഴിച്ചുപൊളി വാതകം പുറത്തേക്ക് വന്നതാകാം എന്നും ഭൂഗർഭ ജലവിഭാഗം സംസ്ഥാന ഡയറക്ടറായി വിരമിച്ച ആൻസി ജോസഫ് പറയുന്നു. ഇതുപോലെ നമ്മുടെ രാജ്യത്തും ഭാരതത്തിലും ഇതുപോലെ പലയിടത്തും ഭൂഗർഭത്തിൽ ഇങ്ങനെ പ്രകൃതിവാതക നിക്ഷേപമുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അതിനുവേണ്ട റിസർച്ചും പരീക്ഷണങ്ങളും ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇത്തരം ടെൻഷൻസ് ഒന്നും ആവശ്യമില്ലല്ലോ. രാജ്യാന്തര പ്രതിസന്ധി പോലെ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്കും കൂളായിട്ടിരിക്കാമായിരുന്നു അല്ലേ? എന്തായാലും അധികൃതർ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മണ്ട്സ്.